ഹലോ ഗൈസ്, അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ക്രാഫ്റ്റ് വീഡിയോ ആണ്. ഫസ്റ്റ് ഒന്ന് സ്കെച്ചാണ്. എൻ്റെ അച്ഛൻ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നാണ്. 24 എണ്ണം ഉണ്ട് ഇതിൽ. അപ്പോൾ കുറേ സ്കെച്ചസ് ഉണ്ട്. പിന്നെ 2 എണ്ണത്തിൻ്റെയൊക്കെ കവർ ഇങ്ങനെ പോയിട്ടുണ്ട്. ഒരു എന്താ പറയുക, അതിന്മേൽ മിക്കി മൗസിൻ്റെ പോലത്തെ ഒരു കവറാണ് അത്. പക്ഷേ പോയി 2 എണ്ണത്തിൽ പോയി. പിന്നെ കുറേ എണ്ണത്തിന് 2-3 എണ്ണത്തിൻ്റെ കളറൊക്കെ പോയിട്ടുണ്ട്. അത് സാരമില്ല. അതിൽ 24 കളേഴ്സ് ഉണ്ട്. അപ്പം നല്ല സുഖമാണ് ഇങ്ങനെ നമുക്ക് സ്കൂളിലൊക്കെ കൊണ്ടുപോകാൻ. പക്ഷേ ഞാൻ സ്കൂളിൽ കൊണ്ടുപോകാറില്ല. പിന്നെ ഇത് അമ്മ കത്രികേൻ്റെ പെട്ടിയാണോ എന്ന് ചോദിക്കും. പക്ഷെ കത്രികേൻ്റെ പെട്ടിയാണ്. പക്ഷേ എനിക്ക് അതിലിട്ട് വെച്ചിരിക്കുന്നത് മറ്റേ പെൻസിൽ കളേഴ്സാണ്. ഞാനിങ്ങനെ കളേഴ്സിൻ്റെ 2-3 കളേഴ്സ് കാണാണ്ടുമായി. പിന്നെ പെട്ടിയായി, അത് ഇട്ട് വെക്കുന്ന പെട്ടിയും കാണുന്നില്ല. പെട്ടിയല്ല, ഒരു കുപ്പി പോലത്തെ സംഭവം അത് കാണാണ്ടായി. അപ്പോൾ ഞാൻ എന്തിലിടുമെന്നറിയത് അപ്പോൾ ഈ മിഷ്യൻ്റെ കത്രികൻ്റെ പെട്ടി കണ്ടപ്പോൾ അതിലിട്ടു. പിന്നെ അതിലുള്ള സംഭവമാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആമിയുണ്ട്, ദേവാത്മിക എന്നാണ് റെഡിക്ക് പേര്. അപ്പോൾ ഓള് ആർക്ക് വേണ്ടിയിട്ട്, ഞങ്ങൾ സ്കൂളിൽ ആർക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയൊരു ബർത്ത്ഡേ കാർഡാണ്. നല്ല രസമില്ലേ ഗൈസ് കാണാൻ, നല്ല അടിപൊളിയായിട്ടുള്ള ഇതല്ലേ. പിന്നെ ഇത് ഓള് ചാടിക്കളയാൻ വന്നത് എന്തോ വെള്ളത്തുള്ളിങ്ങാൻ വേണ്ടിയിട്ട് ആ കളർ ഇങ്ങനെ ഇതായിപ്പോയി. അപ്പോൾ ഓക്ക് ഇത് രസമില്ലാന്ന് പറഞ്ഞിട്ട് ഓളെ ചാടിക്കളഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു വെറുതെ ചാടിക്കളയണ്ട, എനിക്ക് തന്നു. നല്ല രസമില്ലേ ഗൈസ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആർക്കാണെന്നറിയും ഇതുണ്ടാക്കി? അനവധിക്ക് എൻ്റെ ക്ലാസ്സിലെ കുട്ടിയാട്ടോ ഒക്കെ ഉണ്ടാക്കിയായിരുന്നു. ഓളെ ബർത്ത്ഡേ ആയാലും ഒക്കെ ഉണ്ടാക്കി കൊടുത്തായിരുന്നു. അപ്പം ഞാൻ ഇതേ രീതിക്ക് കോപ്പി അടിക്കേണ്ടിയിട്ട് എടുത്തു വെച്ചാണ്. അപ്പോൾ അതാണ് അതിലുള്ളത്. ഞാൻ ഓരോന്ന് എടുക്കുമ്പോൾ തന്നെ അങ്ങോട്ട് തന്നെ എടുത്ത് വെക്കുന്നുണ്ട്. ഈ ലാഗ് അടിപ്പിക്കുന്ന സ്വഭാവം എനിക്ക് ഇപ്പം ഉണ്ട് ഗൈസ്, എന്താ അറിയില്ല. പിന്നെന്താണുള്ളത്? ഇതാണ്. ഇതിൽ 3D മാർക്കറുണ്ട്, ചെറിയ ബ്ലാക്ക് കളർ 3D മാർക്കർ. പിന്നെ വെറും മാർക്കറുണ്ട്, പിന്നെ വൈറ്റ്നറുണ്ട്, പെൻസിൽ, പിന്നെന്താ ഉള്ളത്, പെൻസിലും പെന്നും ഉണ്ട്. ഈ പെൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, നല്ല സുഖമാണ് എഴുതാൻ. ഇതിൻ്റെ ബ്ലാക്കും ബ്ലൂ ഒക്കെ ഉണ്ട്. പിന്നുള്ളത് സ്കെച്ചാണ്. സ്കെച്ച് മറ്റേ 15 രൂപയുടെ ചെറുതില്ലേ, അത് ഞാനിങ്ങനെ കെട്ടി വെച്ചത് ഈ പെട്ടിയിലാണ് ഞാൻ ഇടുക. അപ്പോൾ അതിൽ എനിക്ക് പെട്ടെന്ന് എടുക്കുമ്പോൾ എടുക്കേണ്ടിയിട്ട് ഞാൻ അതിലിങ്ങനെ കെട്ടിയിടാകുമ്പോൾ നമുക്ക് ഇങ്ങനെ എടുക്കാൻ സുഖമല്ലേ. അതിന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ എൻ്റെ ഒരു കുഞ്ഞു ബണ്ണ് വെച്ചിട്ട് കെട്ടിയിട്ടിട്ടാണ്. ഇത് മറ്റേ 15 രൂപയുടെ, 15 20 15 അങ്ങനെ എത്ര രൂപയുടെ സാധാ ഇതാണ്. ഇങ്ങനെ ഓരോന്ന് എടുത്തേക്കും. എന്താ പറഞ്ഞാൽ എടുത്ത് വെച്ചില്ലേ പിന്നെ വീഡിയോ ഓഫ് ചെയ്ത് കഴിഞ്ഞ് ലാസ്റ്റ് എടുത്തേക്കാൻ വരും. പിന്നെ ഇതാണ് ഈ ഒരു വലിയ പെട്ടി. എൻ്റെ അടുത്ത് എല്ലാവരും ഉള്ള പോലത്തെ ഇതല്ല ഉള്ളത്. എന്താ പറയുക, ചെറിയ ചെറിയ സാധനങ്ങൾ, അൽക്കുലത്തെ സാധനങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം. ഈ ഒരു പെട്ടി എനിക്ക് അമ്മ തന്നതാണ്, സാധനങ്ങളൊക്കെ ഇട്ടേക്കാൻ. ഒരുപാട് സാധനങ്ങളൊന്നും ഇല്ല, ഞാൻ വീണ്ടും പറയാണ്. ഇത് തുറക്കാൻ കുറച്ച് പണിയാണ്. ഓക്കെ, തുറന്നിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഫസ്റ്റ് നമ്മളെ വാട്ടർ കളർ. എന്നോട് എല്ലാത്തിൻ്റെയും വീഡിയോ എടുക്കുമ്പോഴത്തേക്ക് എല്ലാത്തിൻ്റെയും പേര് മറന്നു. അതിങ്ങനെ കുളമായിട്ട് കിടക്കുന്നുണ്ട്. എന്താ പറഞ്ഞാൽ അതിലിങ്ങനെ കുത്തൊക്കെ വന്നുണ്ടോ, അത് ഇങ്ങനെ കളർ ചെയ്തിട്ട് ഇങ്ങനെ തെറിപ്പിക്കുമ്പോൾ ഒക്കെ തെറിച്ച ടൈമിലൊക്കെ ആവുന്നതും, പിന്നെ ഒന്നുമെന്ന് മിക്സ് ചെയ്ത് ടൈമിലാക്കുമ്പോൾ ഒക്കെ ആവുന്നതാണ്. ഇനി 25 റുപ്യയുള്ളൂ. അപ്പോൾ ഞാൻ വാങ്ങി. പൈസ കുറഞ്ഞത് കിട്ടുമ്പോൾ നമ്മൾ പരമാവധി എന്ത് ചെയ്യുക, വാങ്ങാം. അപ്പോൾ ഞാനിത് എടുത്ത് വെച്ചിരിക്കുകയാണ്. ഇന്ന് എത്രാം ക്ലാസ്സിൽ നിന്നായിരുന്നു, ഈ 5ാം ക്ലാസ്സിലത്തെ വെക്കേഷനില്ല ആ ടൈമിൽ വാങ്ങിയതാണ്. പിന്നെ സെലോ ടാപ്പ് ഉണ്ട്, വലുതാണ് അത്. പിന്നെ ഇതിൻ്റെ പേരെന്നോട് മറന്നുപോയി ഗൈസ്. അപ്പോൾ ഇത് മറ്റേ ബുക്കിലടിക്കുന്ന സംഭവമില്ലേ അത്. ഇതിങ്ങനെ എനിക്ക് അത് കുറച്ച് തൊടാൻ കുറച്ച് പേടിയുണ്ട്. കയ്യങ്ങ് കുടുങ്ങുമോ എന്നുള്ള പേടിയുണ്ട്. പക്ഷെ ഞാനിപ്പോൾ അടിക്കാറുണ്ട് ഇതിനെക്കൊണ്ട്. അതാണുള്ളത്. അതിന്മേൽ എന്തോ നൂലെങ്ങനെ ഉണ്ടായപ്പോൾ ഞാനൊക്കെ അറിയായിരുന്നു. പിന്നെ ഫെവി സ്റ്റിക്കാണുള്ളത്, ചെറിയ. ഇത് 4 5 വാങ്ങിയെന്ന് ഓർമ്മയില്ല. ഞാൻ ഉപയോഗിക്കാത്തതുകൊണ്ട് ഒരുപാടുണ്ടായില്ല. എന്താ പറയുക, ഇത് ഒട്ടുന്നില്ല. ഒട്ടായിട്ട്
ഞാൻ ഉപയോഗിക്കുന്നില്ല. അപ്പം അതിൽ കിടക്കുന്നു. അതുകൊണ്ടാണ് ഇത്രയും കാലം അതിൽ കിടക്കുന്നത്. പിന്നുള്ളത് വൈറ്റ്നറാണ്. വൈറ്റ്നർ 5ാം ക്ലാസ്സിലെയാണ്. ഇതുവരെയായിട്ടൊന്നും ആയിട്ടില്ല എന്ന് തോന്നുന്നു എന്നാണ് എൻ്റെ ഒരു ധാരണ. ഇത് ഞാനിപ്പോൾ അടുത്തൊന്നും ഉപയോഗിച്ചിട്ടില്ല. ഞാനിപ്പോൾ കുറേ ആയി ഉപയോഗിക്കാത്തത്. ഞാൻ ഉപയോഗിച്ച് നോക്കിയിട്ടില്ല, പുതിയത് വാങ്ങിയതുകൊണ്ട്. പിന്നെ സ്റ്റിക്കറുണ്ട്. ഇത് ഞാൻ 5ാം ക്ലാസ്സിൽ നിന്ന് വാങ്ങിയ സ്റ്റിക്കർ കേടാവാത്തതെല്ലാം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് ഏറ്റവും വലുത്. ഇനി 2-3 ഉണ്ട്, അത് ഞാൻ വേറെ പെട്ടിയിലാണ്. പിന്നെ ഇത് ഡ്രീം കേക്കിൻ്റെ പെട്ടിയായിരുന്നു. ഞാൻ ആദ്യം തന്നെ ഡ്രീം കേക്ക് ഈ ചെറിയ പെട്ടിയില്ല, കുഞ്ഞു പെട്ടിയാണ്. അതിൻ്റെ ഉള്ളിൽ ഞാനത് തിന്നൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് കഴുകി ക്ലീൻ ചെയ്ത് വെച്ചായിരുന്നു. ഫസ്റ്റ് ചരടുണ്ട്. ചരട് ഈ കാർഡ്ബോർഡിലൊക്കെ സംഭവം ചെയ്യുമ്പോൾ നമുക്ക് ചുമരിൽ ഇങ്ങനെ തൂക്കിയിടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. അത് തീർന്നു ഗൈസ്, ഇത്തിരി പിടിയേ ഉള്ളൂ. അത് ആകെ ഞാൻ വേറെ ഉണ്ടോ നോക്കിയായിരുന്നു, ഇല്ല, അത് ഇത്തിരിയേ ഉള്ളൂ. ഞാൻ അതിന് വെച്ച് 2 സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി. പിന്നെ ഉള്ളത് അപ്സരയുടെ ഇറേസർ ഉണ്ട്. ആദ്യം റബ്ബർ എന്ന് പറയും, പിന്നെ ഇറേസർ എന്ന് പറയും, അങ്ങനെ പലതും ഞാൻ പറയും. പിന്നെ ഷാർപ്നർ, എല്ലാം അപ്സരേൻ്റെ തന്നെയാണ് കേട്ടോ. പിന്നെ വീണ്ടും ഒരു ഇറേസർ. പിന്നെ ഉള്ളത് പഞ്ഞിക്കുട്ടിയാണ്. പഞ്ഞി എന്തിനാണ് ഞാൻ എടുത്തു വെച്ചതെന്ന് എനിക്കറിയില്ല. അതിൽ പിന്നെ നിന്നുകൊണ്ട് പഞ്ഞി വെച്ച് അങ്ങനെയൊന്നും ചെയ്യാറില്ല. പിന്നെ അതിൽ കുറേ മുത്ത്, വള, എന്തൊക്കെയൊക്കെയോ ഉണ്ട്. ഇത് ഞാൻ അതിലേക്ക് തന്നെ എടുത്തു വെക്കുന്നുണ്ട്. പിന്നെ ലാസ്റ്റ് പണിയായിരിക്കും. ഞാൻ എടുത്തൊക്കെ കുറേ നേരമില്ലേ പറയുന്നത്, പക്ഷെ അത് നിങ്ങൾ കാണുമ്പോൾ ലാസ്റ്റ് എടുത്ത് വെച്ച പോലെ ചിന്തിക്കാത്തതാണ്. പിന്നെ ഇപ്പം ഞാൻ നേരത്തെ കാണിച്ച സംഭവമില്ലേ, എന്തായിരുന്നു ഇത്, അതിൻ്റെ ഉള്ളിലിടുന്ന പിന്നാണിത്. അത് എത്രയോ മുമ്പ് വാങ്ങി വെച്ചാൽ തീർന്നിട്ടില്ല. അത് ഇനിയിപ്പോൾ അതിൽ 2-3 വീണ്ടും ഒരു സ്റ്റാപ്ലെയർ. എന്നോട് സ്റ്റാപ്ലെയർ അല്ലയോ, ആ സ്റ്റിക്ക്, ഇതിൻ്റെ പേര് സ്റ്റാപ്ലെയർ എന്നല്ലേ. ഇതിൻ്റെ പേരെന്താണ്? ഇതിൻ്റെ പേര് സെലോ ടേപ്പ്. എന്നോട് ഗൈസ് മറന്നു പോകുന്നു അതിൻ്റെ പേരുകൾ. പിന്നെ അത് പല്ലുവേദനേൻ്റെ മരുന്നാണ്. ഇത് നിങ്ങൾ വാങ്ങിക്കോ. പല്ലുവേദന എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല സുഖം കിട്ടും, പല്ലുവേദന നല്ല ആക്കണ്ടാവും. എന്താ പറഞ്ഞാൽ എനിക്കൊരു ദിവസം പല്ലുവേദന എടുത്തിട്ട് ഇതിങ്ങനെ ഒരു വിരലിലെടുത്തിട്ട് ഇങ്ങനെ പല്ലുവേദനയെല്ലാം എടുത്ത് ആക്കി കൊടുത്താൽ മതി. മാമൻ പറഞ്ഞിട്ട് വാങ്ങിയായിരുന്നു പല്ലുവേദന എടുത്തിട്ട്. എൻ്റെ അമ്മ പല്ലുവേദന എടുത്തതുകൊണ്ട് ഭയങ്കര പല്ലുവേദനയായിരുന്നു. പിന്നുള്ളത് ഇതെനിക്ക് ഈ ഒരു പെട്ടി ബാറ്ററീൻ്റെ പെട്ടിയാണ്. ഐഷീന് നിങ്ങൾക്ക് അറിഞ്ഞൂടെ. അപ്പോൾ ഐഷി എനിക്ക് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് തന്നിട്ടുള്ള പെട്ടിയാണ്. ഞാൻ ഒന്നിനെയും വെറുതെ വിടാറില്ല. എല്ലാം ഞാൻ എനിക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സാധനമാണ് ഞാൻ എല്ലാം എടുക്കാറുണ്ട്. അതിൽ കുറച്ചധികം ഒന്നുമില്ല, കുറച്ച് സാധനങ്ങളുണ്ട്. അത് ഈ പൗച്ചാണ്. പൗച്ചിൻ്റെ ഉള്ളിൽ കുറച്ച് സാധനങ്ങൾ, കുറച്ചല്ല, ഒരു സംഭവമുണ്ട്. ഈ പേപ്പറില്ലേ, കളർ പേപ്പർ വെട്ടിയിരിക്കുകയാണ്. ഇത് കുറേ ഉണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിൽ. ഇത് ഇങ്ങനെ പുറത്തേക്ക് എടുത്താൽ അതിൻ്റെ ഉള്ളിലേക്ക് വെക്കാൻ ഭയങ്കര പണിയാണ്. ഇതാണ്, കുറേ ഉണ്ട്, കണ്ടാൽ മനസ്സിലാവും, കുറച്ചധികം ഉണ്ട്. പിന്നെ ഉള്ളത് ഇത് ഞാൻ പണ്ട് എന്ന് പറഞ്ഞാൽ കുറച്ചധികം മുമ്പേ തീപ്പട്ടീൻ്റെ ഇത് വെച്ചിട്ടുണ്ടാക്കിയതാണ്. എന്നുകൊണ്ട് തന്നെ കുറച്ച് വൃത്തികേടായിട്ടുണ്ട്. പിന്നെ ലുഡോ വേർഡ് കളിക്കുന്ന ഇതില്ലേ, അതുണ്ട് ഇതിൽ. അത് ചെറിയ കുഞ്ഞ്, പിന്നെ ഞാൻ അടച്ചു വയ്ക്കുകയാണ്. കുറച്ച് വൃത്തി കുറവൊക്കെ ഉണ്ട്. എനിക്ക് ആവുന്ന രീതിക്കാണ് ഞാൻ ചെയ്യാറ്. പിന്നെ ഇത് ഞാൻ കാണിച്ചിട്ടുണ്ട്, മൈ ബോക്സ് എന്നൊക്കെ എഴുതി അലങ്കരിച്ചിട്ട്. അതിലുള്ള ഞാൻ വേറൊരു വീഡിയോ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ നിങ്ങൾ പോയി കാണുക. അത് വീണുപോയി, അപ്പോൾ ഞാൻ എല്ലാം എടുത്തൊക്കെയായിരുന്നു. അപ്പോൾ നിങ്ങളത് കാണുക. ഓക്കെ, ആ വീഡിയോ കാണാത്തവർ പോയി കാണുക. പിന്നുള്ളത് സ്കെയിലാണ്. ഈ സ്കെയില് 4ാം ക്ലാസ്സിലുള്ള സ്കെയിലാണ്. ഇത് കണ്ടത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സ്കെയിലാണ്. നല്ല കുറേ ഈ ചിഹ്നങ്ങൾ, വട്ടം, ത്രികോണം, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നല്ല രസമാണ് അത് ഉപയോഗിച്ചിങ്ങനെ വരയ്ക്കാൻ പറഞ്ഞാൽ നല്ല സുഖമുള്ള കാര്യമാണ്. പിന്നുള്ളത് പെയിൻറ്റാണ്. കുറച്ച് പെയിൻറ്റ്സ് ആണുള്ളത്. പെയിൻറ്റ് ഫസ്റ്റ് ബ്ലൂ കളറുണ്ട്, ബ്ലാക്ക് ഉണ്ട്, യെല്ലോ ഉണ്ട്, വൈറ്റ്, പിന്നെ ഗ്രീൻ ഉണ്ട്. പിന്നെ പുറത്ത് കാണുമ്പോൾ അത് റെഡാണെന്ന് തോന്നും, പക്ഷെ ഉള്ളിലത് പിങ്കാണ്. അതിന് റെഡ് ആക്കിയെടുക്കുക എങ്ങനെയാണെന്ന് അറിയണമായിരുന്നു. പിന്നെ ഇത് കണ്ടത് നല്ല രസയിലെ പാത്രം, മറ്റേ കിൻഡർ ജോയിൻ്റെ പാത്രം പോലെ. അതിൽ കുറച്ച് സ്റ്റിക്കേഴ്സാണ്, കുറേ ഒന്നുമില്ല, 2-3 സ്റ്റിക്കേഴ്സ്. പക്ഷേ എൻ്റെ കണ്ണിൽ കുറച്ച് അധികം ഉണ്ടാ പോലെയാണ് എനിക്ക്, എന്താ അറിയില്ല, ഞാൻ എന്ത് സാധനം എടുത്ത് നോക്കുമ്പോൾ അങ്ങനെ തോന്നും. പിന്നെ കുറച്ച് സ്റ്റിക്കേഴ്സാണ്.
അത് ലവിൻ്റെ സ്റ്റിക്കറായിരുന്നു. പിന്നെ എൻ്റെ ഫ്രണ്ട്സ് തന്നിട്ടുണ്ട് അതിൽ. അത് എൻ്റെ അല്ല, എൻ്റെ ഫ്രണ്ടാണ് ബട്ടർഫ്ലൈ. പിന്നെ ഉള്ളത് വേറെ അങ്ങനത്തെ. അതിൽ കേടാവാത്തതെല്ലാം ഞാൻ എടുത്തു വെച്ചത്. കേടായതൊന്നും എടുത്തിട്ടില്ല, ആ ബുക്കുമ്പോൾ തന്നെ ഉണ്ടാവും. കേടാവാത്തത് ഞാൻ ബുക്കുമ്പോൾ നിന്ന് മെല്ലെ പറിച്ചെടുത്ത് അതിലിട്ട് വെച്ചാണ്. പിന്നെ ഇത് ജ്വല്ലറി ഒന്നുമല്ല, ഇതിൽ ക്രയോൺസ് ആണ്. ഇത് അഴുക്ക് പിടിച്ച നല്ല പുതിയതായിരുന്നു, പിന്നെ ഇപ്പം അഴുക്ക് പിടിച്ചിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ മറ്റേ ക്രയോണില്ലേ, ഈ 5 ഉറുപ്പ്യക്കൊക്കെ കിട്ടുന്ന ക്രയോൺ, അതാണ്. ഇത് 5ാം ക്ലാസ്സിലത്തെ ക്രയോണാണ്. ഞാൻ ഇപ്പോൾ പുതുതായിട്ട് ക്രയോണൊന്നും വാങ്ങിയിട്ടില്ല, അതാണുള്ളത്. പിന്നെന്താ ഉള്ളത്? പിന്നെ ഇതെൻ്റെ ഫേവറേറ്റ് ആണ്. ഇതെനിക്ക് ഐഷ എൻ്റെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് തന്നതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതിലത്തെ കളർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ എക്സ്പ്രഷൻ കണ്ടാൽ എനിക്ക് അറിഞ്ഞൂടെ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതിൽ സ്റ്റാറാണിത്. അപ്പോൾ അതിൽ എനിക്ക് പകുതി ആടെ ഈ ബ്ലൂ തൊട്ടിട്ട് ബാക്കി അങ്ങോട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ന്യൂ ഷെയ്ഡാണോ പർപ്പിൾ ഷെയ്ഡാണോ എന്താണ്? ഈ ടാബിൽ എങ്ങനെയാണ് എനിക്ക് കാണുന്നത്, ക്യാമറയിൽ ഇങ്ങനെയാണ് കാണുന്നത് അറിയില്ല, പക്ഷെ അത് നേരിട്ട് കാണാൻ നല്ല അടിപൊളിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അതിൽ നിന്ന് ആകെ 2 എണ്ണം മാത്രമേ എടുത്തിട്ടുള്ളൂ, വേറെ ഒന്നും എടുത്തിട്ടില്ല. എടുക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ എൻ്റെ മനസ്സ് സമ്മതിക്കുന്നില്ല. എന്ത് ചെയ്യാനാണ്? പിന്നുള്ളത് ഇതേപോലത്തെ ഇതിൻ്റെ കുറച്ച് ചെറിയ സ്റ്റിക്കറാണ്. സ്റ്റാർ തന്നെയാണ്, കുറച്ച് ചെറിയ കണ്ടോ, ചെറിയത് കുഞ്ഞ്. ഇതിൽ മഞ്ഞയും പിങ്കും റെഡും അങ്ങനെ ഓറഞ്ച് പർപ്പിൾ അങ്ങനെ കുറച്ചധികം കളേഴ്സൊക്കെ ഉണ്ട്. ഇതിൽ നിന്ന് ഞാൻ ഒരു 5-6 എണ്ണമൊക്കെ എടുത്തിട്ടുണ്ട്. ഇത് 4 എന്നല്ല 5ാം ക്ലാസ്സിൽ വാങ്ങിയതാണ്. ഞാൻ ഒന്നും ബുക്കും ഒട്ടിച്ചിട്ടില്ല. പിന്നെ അതുള്ളത് പെയിൻറ്റിൻ്റെ ബ്രഷാണ്. പിന്നെ വേറെ ഒന്നുമില്ല ഗൈസ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ ബൈ.